പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ചധികം കറണ്ട് അഫെയറും അതുപോലെ തന്നെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും വരുന്ന പ്രിലിമിനറി പരീക്ഷകൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2022 ലോറൻസ് സ്പോർട്സ് പുരസ്കാരങ്ങളിലെ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 ലോറൻസ് സ്പോർട്സ് പുരസ്കാരങ്ങളിൽ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഓക്കെ, നമുക്കൊരു സംശയം വേണ്ട, മാർക്സ് വെസ്റ്റപ്പൻ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2022 ലോറൻസ് സ്പോർട്സ് പുരസ്കാരങ്ങളിലെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്സ് വെസ്റ്റപ്പനെയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കെടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായത് ആരാണ്? നമുക്കറിയാമല്ലേ, കേരളം തന്നെയാണ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ ടീം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കേരളം തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി സ്ഥാപിതമായത് എവിടെയാണ്? ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി സ്ഥാപിതമായത് എവിടെയെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? പൂജപ്പുരയാണ് അല്ലേ, നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുരയിലാണ് എന്ത് ചെയ്യുന്നത്, സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ടായിട്ടുള്ള അംഗനവാടി സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പൂജപ്പുരയിലാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ആരെയാണ്? ശ്രദ്ധിക്കുക, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ നമുക്കറിയാം അജയ് ഭൂഷൺ പാണ്ഡെയാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അജയ് ഭൂഷൺ പാണ്ഡെയാണ് നിലവിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? അജയ് ഭൂഷൺ പാണ്ഡെയാണ്. ഓക്കെ, നമുക്ക് 5 ചോദ്യങ്ങൾ, 5 കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. 2022 സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തിയാണ് ആര്? മാർക്സ് വെസ്റ്റപ്പൻ. ഈ വർഷത്തെ സന്തോഷ് ട്രോഫി പുരസ്കാരത്തിൻ്റെ ജേതാക്കൾ എന്ന് പറയുന്നത് കേരളമാണ്. സംസ്ഥാനത്ത് ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി സ്ഥാപിതമാകുന്നത് പൂജപ്പുരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി സ്ഥാപിതമാകുന്നത് ഒഡീഷയിലാണ്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണാണ് അജയ് ഭൂഷൺ പാണ്ഡെ. ആറാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ, ഇവയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരുപാട് കെമിക്കൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് ഫുഡിൽ ചുവന്ന കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന കെമിക്കലുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ, ഇതിൽ ടാർട്രാസിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഓപ്ഷൻ എ ഉണ്ടല്ലോ. ഓപ്ഷൻ എ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ടാർട്രാസിൻ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു കെമിക്കലാണ്. അതുപോലെ തന്നെ പോൺസി 4R എന്ന് പറയുന്നതും കെമിക്കൽ ഒരു റെഡ് ചുവപ്പ് കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന കെമിക്കൽ തന്നെയാണ്. നാലാമത്തെ ഓപ്ഷൻ വായിച്ചേ, കാർമോയിസിൻ അല്ലേ. കാർമോയിസിനും എന്ത് തന്നെയാണ്, ചുവപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്ന കെമിക്കൽ തന്നെയാണ്. അപ്പോൾ 2, 3, 4 ശരി ഉത്തരമാണ് കേട്ടോ. അപ്പോൾ ചുവപ്പ് നിറം നൽകാനായി സഹായിക്കുന്ന കെമിക്കലുകൾ ഏതൊക്കെയാണ്? എറിത്രോസിൻ വരുന്നുണ്ട്, പോൺസി 4R വരുന്നുണ്ട്, അതുപോലെ തന്നെ കാർമോയിസിനും വരുന്നുണ്ട്. ഓക്കെ അല്ലേ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാനായി സഹായിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? എറിത്രോസിൻ, പോൺസി 4R, കാർമോയിസിൻ. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കടുത്ത് 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് 4 സാധനങ്ങളും അതിൽ വരുന്ന ആസിഡുകളും പറയുന്നുണ്ട്. നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കിയാലോ, അറിയാമെന്നുള്ള സാധ്യത ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം ആപ്പിളിൻ്റെത് മാലിക് ആസിഡാണ് അല്ലേ. ആപ്പിൾ എന്ന് പറയുന്നത് മാലിക് ആസിഡാണ്. മോരെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ലാക്റ്റിക് ആസിഡാണ് മോരല്ലേ. ലാക്റ്റിക് ആസിഡ് മോര്. പുളി എന്ന് പറയുമ്പോഴേ അറിയാം ടാർട്ടാറിക് ആസിഡ് പുളിയാണ്. അങ്ങനെയാണെങ്കിൽ പഴത്തിൻ്റെ എന്തായിരിക്കും? ഓക്സാലിക് ആസിഡ് അല്ലേ. ആപ്പിൾ മാലിക് ആസിഡ്, മോര് ലാക്റ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, പഴം എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ്. അതിൽ വേറെ സംശയമൊന്നുമില്ല, കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇക്കൂട്ടത്തിൽ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ശ്രദ്ധിക്കുക, ഇക്കൂട്ടത്തിൽ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ ഈ നമ്മുടെ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ബയോളജി ടെക്സ്റ്റിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സീലിയറി മസിലുകൾ അല്ലെങ്കിൽ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണല്ലേ. നമുക്കറിയാം സീലിയറി പേശികൾ എന്താണ് ചെയ്യുന്നത്? വികസിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സീലിയറി പേശികൾ വികസിക്കുന്നു എന്നാക്കണം നമ്മൾ. വികസിക്കുന്നു, സങ്കോചിക്കുന്നു എന്നല്ല, അതിനെന്തായിട്ട് മാറ്റണം? വികസിക്കുന്നു എന്നാക്കി മാറ്റണം. രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചേ, സ്നായുക്കൾ വലിയുന്നു. ശരിയാണോ? സ്നായുക്കൾ വലിയുന്നു, ശരിയാണ്. ലെൻസിൻ്റെ വക്രത കുറയുന്നു. ശരിയാണോ? ശരിയാണ്.
ഫോക്കൽ ദൂരം കൂടുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി ഉത്തരം വരുന്നത്? 2, 3, 4 ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്ന ഏതാണ്? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു എന്ന് പറയുന്നതിന് വികസിക്കുന്നു എന്നായിട്ട് മാറ്റണം അല്ലേ. അപ്പോൾ സീലിയറി പേശികൾ വികസിക്കുന്നു, സ്നായുക്കൾ വലിയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. ഇതെന്തിൻ്റെ വ്യത്യാസമാണ്? അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് കണ്ണിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. സീലിയറി മസിലുകൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു, സ്നായുക്കൾ വലിയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരവും കൂടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇക്കൂട്ടത്തിൽ ജീവകം സിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇക്കൂട്ടത്തിൽ വൈറ്റമിൻ സിയുമായി ബന്ധപ്പെടുത്തിയിട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. അപ്പോൾ ഒന്ന് വായിച്ചേ. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ സി ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ. നമുക്കറിയാം ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗത്തിൻ്റെ കാരണം ജീവകം സിയുടെ അപര്യാപ്തതയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നാവികരുടെ പ്ലേഗ് എന്താണെന്ന് അറിയണം അല്ലേ. അത് സ്കർവി ആണെന്ന് നമുക്കറിയാം. എന്താണ്? സ്കർവി ആണല്ലേ. സ്കർവി. ഓക്കെ, സ്കർവി ആണ് എന്ന് നമുക്കറിയാം. സ്കർവി. ഓക്കെ, അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ്. സ്കർവി ഉണ്ടാകുന്ന എന്ത് മൂലമാണ്? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് അല്ലേ. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കാരണമാണ് സ്കർവി ഉണ്ടാകുന്നതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ശരിയാണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതും നാവികരുടെ പ്ലേഗായിട്ടുള്ള സ്കർവി എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാരണം എന്ത് തന്നെയാണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തത തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ സി ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, എന്നാൽ രക്തം കട്ട പിടിക്കാനാണെങ്കിൽ അത് വൈറ്റമിൻ കെ ആണല്ലേ. മുറിവുണങ്ങാൻ സിയും രക്തം കട്ട പിടിക്കാൻ കെയുമാണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി ആണെന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്ട്? വൈറ്റമിൻ കെ ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ അല്ലേ? ആ ഒരു സംശയം, ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. തണുപ്പിക്കുമ്പോഴാണെങ്കിൽ കെയും, ചൂടാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ആകുമ്പോഴാണെങ്കിൽ അത് ഏതാണ്? ഹീറ്റ് ആകുമ്പോൾ നഷ്ടപ്പെടുന്നതാണെങ്കിൽ സിയുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് സി ആണ്. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. സ്കർവിയുടെ കാരണം വൈറ്റമിൻ സിയുടെ അപര്യാപ്തതയാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കെയും, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണെങ്കിൽ സിയുമാണ്. വേറെ സംശയമില്ലല്ലോ. ഓക്കെ, നമുക്കടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. സമതല ദർപ്പങ്ങളുടെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിറർ അല്ലേ, സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒരു പ്ലെയിൻ മിറർ അല്ലെങ്കിൽ നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അത് ശരിയാണല്ലേ. നമുക്കറിയാം ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും അതിൻ്റെ പ്രതിബിംബത്തിലേക്കുള്ള അകലം എന്തായിരിക്കും? തുല്യമായിരിക്കും, വ്യത്യാസം വരുന്നില്ല. പ്രതിബിംബം യഥാർത്ഥമായിരിക്കും എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ഒരിക്കലും അല്ല. പ്രതിബിംബം എന്തായിരിക്കും? യഥാർത്ഥമല്ല. അടുത്ത്, വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും ആ ഒരു മിററിൽ കാണാനായിട്ട് കഴിയുക. ശരിയാണല്ലേ. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക. ശരിയായിരിക്കും. പ്രതിബിംബം മിഥ്യയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? പ്രതിബിംബം മിഥ്യയായിരിക്കും. ശരിയാണല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രതിബിംബം യഥാർത്ഥമായിരിക്കും എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബം എന്തായിരിക്കും? മിഥ്യയായിരിക്കും. വസ്തുവിനേക്കാൾ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും അതിനകത്തുണ്ടാവുക. തെറ്റാണല്ലേ. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ വസ്തുവിനേക്കാളും വലിപ്പമുള്ളതെന്ന് പറയേണ്ട കാര്യം അതിനകത്തില്ല. അപ്പോൾ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുള്ള അകലം സെയിം ആയിരിക്കും. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും ആ ഒരു പ്രതിബിംബത്തിനുണ്ടാവുക. അതുപോലെ തന്നെ പ്രതിബിംബം മിഥ്യയായിരിക്കും എന്ന് പറയുന്ന പോയിന്റും ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 5 കറണ്ട് അഫെയർ ചോദ്യങ്ങളും അതുപോലെ തന്നെ 5 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫലപ്രദമായി ഉപയോഗപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.